അപ്പോൾ ഇത് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ വ്ളോഗാണ്. സെലിബ്രേഷൻ എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, നമ്മൾ ഫാമിലി ഇവിടെ DXPയിലുള്ള ഫാമിലി എല്ലാവരും കൂടെ പുറത്ത് പോയി കഴിക്കുന്നു, അവിടെ വെച്ചൊരു ചെറിയ കേക്ക് കട്ട് ചെയ്യുന്നു, അത്ര തന്നെ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ പോകുന്ന വഴി സ്ഥിരം കേക്ക് വാങ്ങുന്നൊരു ഷോപ്പുണ്ട്, ഒക്കേഷൻസ് എന്നാണ് പേര്. അവർക്ക് കുറേ ബ്രാഞ്ച് ഉണ്ട് കേട്ടോ. എനിക്ക് അവിടുത്തെ കേക്കിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് കേക്കൊക്കെ വാങ്ങി നേരെ പോവുകയാണ്. നമ്മൾ പോകുന്ന വഴി കണ്ടതാണ് കേട്ടോ ഈ ഒരു കാർ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഞാൻ ഇതിന് വീഡിയോ എടുത്തത്. പിന്നെ ഈ ഒരു ബിൽഡിംഗ് നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇതിൻ്റെ ഡിസൈന് വേൾഡ്സ് ലോങ്സ്റ്റ് കാൻഡിൽ വേർഡ് ടൈറ്റിൽ അവാർഡ് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ 1 മിനിറ്റിൽ നമ്മൾ എത്തുന്നതാണ് കേട്ടോ മാപ്പ് പറയുന്നത്. ഈ ഒരു യൂട്ടേൺ എടുത്തു കഴിഞ്ഞാൽ ഉടനെ എത്തും എന്നാണ് പറയുന്നത്. പോകുന്ന വഴിക്കുള്ള വ്യൂ കണ്ടോ, ഫുൾ മൂണായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ആ റെസ്റ്റോറൻറ്റിൽ എത്തി. ലാൽക്കില റെസ്റ്റോറന്റ് ആണ് കേട്ടോ ഇത്. ജുമൈറ 1 വരുന്ന റെസ്റ്റോറന്റ് ആണ്. ഗൂഗിളിൽ നമ്മൾ നോക്കിയപ്പോഴും നല്ല റിവ്യൂ ആണ് ഉണ്ടായിരുന്നത്. പിന്നെ അല്ലാതെ നമ്മൾ അറിയുന്നവരോട് അന്വേഷിച്ചപ്പോഴും ഇവിടുത്തെ ഫുഡിനെ പറ്റിയൊക്കെ നല്ല അഭിപ്രായമായിരുന്നു. എനിക്ക് ഇവിടുത്തെ ആംബിയൻസും കാര്യങ്ങളൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അറേഞ്ച്മെന്റ്സും എല്ലാം എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. വേറൊരു പാർട്ടി ആനിവേഴ്സറി സെലിബ്രേഷൻ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതുപോലെ എല്ലാവരും ഓരോരോ ഫംഗ്ഷനായിട്ട്, ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിക്കോട്ടെ, വെഡിങ് ആനിവേഴ്സറി ആയിക്കോട്ടെ, അങ്ങനെ ഓരോരോ ഫംഗ്ഷനായിട്ടാണ് കേട്ടോ ഇവിടെ വന്നിരുന്നത്. മിക്കവരും അങ്ങനെ തന്നെയായിരുന്നു. എനിക്ക് ഇവിടുത്തെ ആ ചെയറും കാര്യങ്ങളും കളർ കോമ്പോ ഒക്കെ നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ഫുഡാണെങ്കിലും ഒരുപാട് വെറൈറ്റി ഫുഡ് ഉണ്ടായിരുന്നു. പിന്നെ ഫുഡെല്ലാം ബൊഫേ ആയിരുന്നു കേട്ടോ. നമുക്ക് ആവശ്യത്തിന് എത്ര വേണേ കഴിക്കാം. പിന്നെ ഇവിടെ പേയ്മെന്റ് വരുന്നത് പെർ ഹെഡ് 89+ വാറ്റ് അങ്ങനെയാണ് നമ്മളോട് പറഞ്ഞത്. ഇനി ഡിഫറൻസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഫൈനൽ ബില്ലിൽ ചെറുതായിട്ട് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത്ര തന്നെ ഉള്ളൂ. പക്ഷേ ഫുഡെല്ലാം വേർത്തായിരുന്നു. സത്യം പറഞ്ഞാൽ എല്ലാം കഴിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ എല്ലാം കൂടെ കഴിക്കാനുള്ള വയറൊന്നും ഉണ്ടായിരുന്നില്ല. സ്റ്റാർട്ടേഴ്സ് കഴിച്ച് കഴിയുമ്പോൾ തന്നെ വയർ ഓൾമോസ്റ്റ് ഫുള്ളാവും. പിന്നെ മെയിൻ കോഴ്സ് കഴിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടായിരുന്നില്ല. ചാട്ടിന്റെ ഒരു സെക്ഷൻ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ എല്ലാ കൈൻഡ് ഓഫ് ഫുഡും ഉണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം നമുക്ക് ഒന്ന് കഴിച്ചില്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ കഴിക്കാൻ മെയിൻ കോഴ്സ് ഒന്നും എടുക്കുന്നില്ല കേട്ടോ. ജസ്റ്റ് സ്റ്റാർട്ടേഴ്സ് മാത്രമേ എടുക്കുന്നുള്ളൂ. കാരണം എല്ലാവരും വന്നിട്ട് നമുക്ക് കഴിക്കാന്നുള്ള രീതിക്കാണ്. ഇപ്പം നമ്മൾ എത്തിയിട്ട് ബാക്കിയുള്ളവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓരോരുത്തരും ഓരോ തിരക്കും, മീൻസ് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വരണം. പിന്നെ ഈ സൂപ്പ് രണ്ടും അടിപൊളിയായിരുന്നു കേട്ടോ. ഇത് ഒന്ന് ചിക്കൻ സൂപ്പാണ്. ചിക്കൻ സൂപ്പ് ഇച്ചാൻ വേണ്ടിയിട്ട് എടുത്താണ്. പിന്നെ ഞാൻ ബ്രോക്കോളി സൂപ്പാണ് കഴിച്ചത്. അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ ഒരുപാട് നല്ലതായിരുന്നു ബ്രോക്കോളി സൂപ്പ്. ചിക്കൻ തന്നെ പല വെറൈറ്റി ഉണ്ടായിരുന്നു കേട്ടോ. പല കൈൻഡ് ഓഫ് ചിക്കൻ ഉണ്ടായിരുന്നു. ഇത് പാസ്തയാണ്. പാസ്ത അടിപൊളിയായിരുന്നു. ഞാൻ ട്രൈ ചെയ്തായിരുന്നു കേട്ടോ. പിന്നെ ഡെസേർട്ട് ആണെങ്കിലും പല വെറൈറ്റി ഉണ്ടായിരുന്നു കേട്ടോ. ജിലേബി, ഗുലാബ് ജാമുൻ, ലഡു, ഗീർ, ജെല്ലി, ഡയറ്റ് ഗീർ വരെ ഉണ്ടായിരുന്നു. ബർഫി, ഹൽവ, പിന്നെ പേരറിയാത്ത കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. മെജോറിറ്റി സാധനങ്ങളുടെ പേര് എനിക്ക് അറിയില്ലായിരുന്നു. നമ്മൾ പ്രീ ബുക്ക് ചെയ്തിട്ടാണ് കേട്ടോ പോയത്. പിന്നെ ആ ദിവസം തന്നെ അവർ നേരത്തെ തന്നെ വിളിച്ച് കൺഫേം ചെയ്യും നമ്മൾ വരുന്നുണ്ടോ ഇല്ലയെന്നുള്ളത്. പിന്നെ ഈ ഒരു ചോക്ലേറ്റ് ഫൗണ്ടൻ ഇതായിരുന്നു കേട്ടോ ഇതിൻ്റെ ഹൈലൈറ്റ്. നല്ല ഭംഗിയായിരുന്നു ഇത് കാണാൻ വേണ്ടി. എനിക്ക് മാഷ്മെല്ലോ അത്ര താല്പര്യമുള്ള ഒരു സംഭവമല്ല, പക്ഷേ ഈവൻ എനിക്കത് കഴിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടു. കാരണം ആ ചോക്ലേറ്റ് അത്ര റിച്ച് ആയിരുന്നു. ഇത്രയധികം സ്വീറ്റ് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പോഴാണ് കേട്ടോ ഞാൻ റീകളക്ട് ചെയ്തെടുക്കുന്നത്. കാരണം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും വയറ് ഓൾമോസ്റ്റ് ഫുള്ളായതുകൊണ്ട് പിന്നെ ആ സെക്ഷനിലോട്ട് പോയതേ ഇല്ല. സ്റ്റിൽ നല്ല ഉറക്കമാണ്. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കാറിൽ വെച്ച് ആൾ ഉറങ്ങിപ്പോയി. നമ്മളത് ആ നേരത്തെ എടുത്ത ആ സൂപ്പും കാര്യങ്ങളൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ബ്രോക്കോളി സൂപ്പ് ഞാൻ പറഞ്ഞില്ല, അതെ ബ്രോക്കോളി സൂപ്പാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇച്ചാനെ കൊണ്ട് ട്രൈ ചെയ്യിപ്പിച്ച് നോക്കുന്നുണ്ട്. ഇച്ചാനത് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് കണ്ടോ, നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷനോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരോട് പറയുവാണെങ്കിൽ നമ്മൾ കേക്ക് കട്ട് ചെയ്യണ സമയത്ത് അവർ വന്നിട്ട് ഇതുപോലെ എന്തൊക്കെയോ ഭയങ്കര ബഹളമായിരുന്നു. എന്താ സംഭവം പറയണമെന്ന് എനിക്ക് എന്താണെന്നറിയില്ല. ലാസ്റ്റ് അവർ ഹാപ്പി ബർത്ത്ഡേ പാടുമ്പോൾ നമുക്ക് മനസ്സിലാവും ഹാപ്പി ബർത്ത്ഡേ ആണെന്നുള്ളത്. ഇത് പിന്നെ ഒരു 2-3 ടേബിളിൽ സെയിം ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ എല്ലാം ബർത്ത്ഡേ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ എല്ലാവരും എത്തി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി ലേറ്റ് ആയതുകൊണ്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ലാസ്റ്റ് കേക്ക് കട്ട് ചെയ്യാമെന്ന് കരുതി. സോ അപ്പോൾ ഇതാണ് എൻ്റെ മെയിൻ കോഴ്സ് എന്നല്ല കേട്ടോ, സ്റ്റാർട്ടർ മെയിൻ കോഴ്സ് എല്ലാം കൂടെ ഒരുമിച്ച് ഞാൻ എടുത്തത്. പിന്നെ ഇതിനകത്ത് എനിക്കും നിച്ചുവിനും ഉള്ള ഫുഡുണ്ട്. അങ്ങനെ ഞാൻ നിച്ചുവിന് കൊടുത്തു, എനിക്കുള്ള ഫുഡും കഴിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക്. ഓറഞ്ച്, ബട്ടർ സ്കോച്ച്, ബ്ലൂബെറി ആ ഒരു കോംബോ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 ആളും കൂടി കേക്ക് കട്ട് ചെയ്ത് നമ്മുടെ 6th വെഡ്ഡിങ് ആനിവേഴ്സറി 6 വർഷം പോയതറിഞ്ഞില്ല കേട്ടോ. പെട്ടെന്ന് കഴിഞ്ഞ പോലെ തോന്നുക. കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാവരും വീണ്ടും സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യാൻ തുടങ്ങി. പിന്നെ എനിക്ക് ഈ ഒരു സംഭവം എനിക്ക് അത്ര കൊണ്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഭയങ്കര പുളിയായിരുന്നു. അങ്ങനെ എല്ലാവരും നല്ലപോലെ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്ത് ഒരു ഫാമിലി ഫോട്ടോ എടുക്കാമെന്ന് കരുതി. അപ്പോൾ ഇച്ചായ നിച്ചുവിനെ എടുക്കാൻ വേണ്ടി പോയത്. നിച്ചു അവിടെ കളിക്കുമായിരുന്നു. അപ്പോൾ അവനെ വിളിക്കാൻ പോയ സമയത്ത് ഞാൻ എടുത്ത വീഡിയോ ആണിത്. അങ്ങനെ പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മളിതാ പുറത്തിറങ്ങി കുറച്ച് നേരം എല്ലാവരും കൂടെ വർത്താനം പറഞ്ഞ് നിൽക്കുവാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. സോ എല്ലാവരും നല്ല ടയേർഡാണ്. ആക്ച്വലി ഫുഡ് കഴിച്ച് ടയേർഡാന്ന് പറയില്ലേ, അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുവാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.